Hi dears, welcome back. ഇന്ന് ലെപ്പേർഡ് പ്രിന്റ് വരുന്ന ബ്രെഡിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ സക്സസ് ആയതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 250 ml കപ്പാണ്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറിയ തരി പോലെയുള്ള ഈസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ കുരു പോലെയുള്ള ഈസ്റ്റ് ആണെങ്കിൽ ആദ്യം ഒന്ന് ഇളം ചൂടുള്ള പാലിൽ കുതിർത്ത് വെച്ച ശേഷം ഈസ്റ്റ് ഒന്ന് പൊങ്ങിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് എടുത്തു വെച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ ഇത് മാവൊക്കെ കുഴച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത്. അപ്പോൾ പാൽപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതേപോലെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ 1/4 കപ്പ് പാലോളം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ടേബിളിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ട് കൈവച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നേരെ പകുതിയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ പകുതിയിൽ നിന്നും ഒന്നിനെ വീണ്ടും പകുതിയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഈ വലിയ മാവിനെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ അല്പം ഓയിൽ തടവിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ബാക്കിയുള്ള ഒന്നിലേക്ക് 1 ടേബിൾ സ്പൂണ് ലൈറ്റ് കളർ കൊക്കോ പൗഡറും കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഈ മാവിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു മാവിന് ലൈറ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കളർ വരുന്നത് വരെ നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. അടുത്ത മാവിലേക്ക് 1 ടേബിൾ സ്പൂണ് നല്ല ഡാർക്ക് കളർ കൊക്കോ പൗഡറും കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ 2 കളറിലുള്ള മാവും ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ബൗളിലാക്കിയിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നത്. സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ഇതിലും കൂടുതൽ ടൈം വേണ്ടിവരും. ഇനി ഓരോ മാവിനെയും 4 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ആദ്യം ഇത് 4 എണ്ണം ആക്കിയിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ ഇത് 6 ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ 6 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഈ ലൈറ്റ് കളർ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ഓരോ മാവിനെയും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഡാർക്ക് കളർ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നീളത്തിൽ പരത്തിയിട്ട് ഫസ്റ്റ് ആ ചുരുട്ടി വെച്ചിട്ടുള്ള മാവിനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടി റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം പ്ലെയിൻ ആയിട്ടുള്ള ഓരോ മാവ് എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ പരത്തിയിട്ട് അതിനുള്ളിലായിട്ട് ഇപ്പോൾ റോൾ ചെയ്തിട്ടുള്ള ആ ഒരു മാവ് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു മാവിൻ്റെ വലിപ്പത്തിൽ വേണം ഈ വെള്ള മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിൽ റോൾ ചെയ്ത ശേഷം ഇതിനെ നേരെ ഹാഫ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചിട്ട് വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ബ്രെഡിൻ്റെ ടിന്നിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം ഇപ്പോൾ ഇത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ ടിന്നിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അപ്പം ഞാനിവിടെ 2 ബ്രെഡായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള പേപ്പർ മോൾഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുകൾ ഭാഗത്ത് ആ വിള്ളൽ വരുന്ന സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ബ്രെഡിൻ്റെ മുകൾ ഭാഗം ബേക്കായി കഴിയുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വീണ്ടും ഒരു അരമണിക്കൂർ നന്നായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ അപ്പോഴേക്കും ഇത് നല്ല ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഓവനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ ഓവൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഒരു സ്റ്റാൻഡും കൂടി വെച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാതെ ചെയ്യുന്നതിന് മുകളിൽ കുറച്ച് പാലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടിത് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനിൽ വെച്ചത് ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ കൂടെ തന്നെ ഇതിന് മുകളിലൊന്ന് ബട്ടർ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു തുണി വെച്ചിട്ട് ചൂടാറുന്നത് വരെ അടച്ചു വെക്കാം. അപ്പോൾ ചൂടാറിയ ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലെപ്പേർഡ് പ്രിൻ്റൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് തന്നെയാണ്. ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാൻ വെച്ച ബ്രെഡ് 1 മണിക്കൂർ കൊണ്ടാണ് ബേക്കായി വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുകളിലും കുറച്ച് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിഭാഗം കുറച്ചൊന്ന് ഹാർഡായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് അല്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അല്ലാതെ കൊക്കോ പൗഡറൊക്കെ ചേർത്തെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ചിട്ടൊരു ഫ്ലേവറൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.